തുടക്കത്തിലെ യേശു പറഞ്ഞു, എൻ്റെ പുറകെ വരണമെങ്കിൽ കുരിശെടുക്കണം. അത് എൻ്റെ അല്ല, നിന്റെ. നമ്മളാരും യേശുവിൻ്റെ കുരിശ് എടുക്കണ്ട, അത് യേശു എടുത്തു കഴിഞ്ഞു. യേശു പറഞ്ഞത്, എൻ്റെ പുറകെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കൊരു കുരിശുണ്ട്, അതെടുക്കണം. അപ്പൊ യേശു ഇത് പറയുമ്പം ഈ കേൾക്കുന്ന ജനത്തിനൊന്നും അറിയത്തില്ല. ഒരു 3.5 വർഷം കൂടെ കഴിയുമ്പം യേശു കുരിശെടുക്കും, കുരിശെ മരിക്കുമെന്ന് അറിയത്തില്ല. നമ്മളിന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം. കാരണം എന്താ? നമ്മളിതിന് ശേഷം 2000 വർഷം ശേഷം ഇത് വായിക്കുന്നത്. പക്ഷെ ആ ജനത്തിന് ഇത് അറിയത്തില്ല, കേൾക്കുന്ന ശിഷ്യന്മാർക്ക് ഇത് അറിയത്തില്ല. യേശു പറഞ്ഞില്ല ഞാൻ ഇതുപോലെ കുരിശെടുക്കുമെന്ന്. കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക. മരണത്തിന്റെ അലിഗോറിക്കൽ നാമമായിട്ടാണ് ക്രോസിനെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. പക്ഷെ ശ്രദ്ധിച്ചതേ മക്കളെ, യേശു എന്തായിരിക്കും അവിടെ ഉദ്ദേശിച്ചേ? യേശു കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ തന്നെത്താനെ ത്യജിക്കണം. ആദ്യം എന്ന് വെച്ചാൽ തന്നെ വേണ്ടെന്ന് വെക്കണം. ആദ്യം തന്നെ വേണ്ടെന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ട് തൻ്റെ കുരിശെടുക്കണം. എന്നെ ആദ്യം ഞാൻ വേണ്ടെന്ന് വെക്കണം, എന്നിട്ട് എൻ്റെ കുരിശെടുക്കണം. ഇതാ യേശു പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ പറഞ്ഞതിന് ശേഷം യേശുവിൻ്റെ പുറകെ പിന്നെയും ജനം നടന്നിട്ടുണ്ട്. എവിടെങ്കിലും ഒരിടത്ത് വെച്ച് യേശു തിരിഞ്ഞു നോക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു കുരിശെടുക്കാതെ എൻ്റെ പുറകെ വരരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും പ്ലാവ് വെട്ടി കുരിശുണ്ടാക്കി അതും ചുമന്ന് യേശുവിന്റെ പുറകെ നടന്നോ? നടന്നില്ല. അങ്ങനെ നടക്കാത്തോണ്ട് യേശു വീണ്ടും പറഞ്ഞു, കുരിശെന്തിയെ ചോദിച്ചോ? അപ്പൊ യേശു പറഞ്ഞത്, മരം കൊണ്ട് കുരിശുണ്ടാക്കുന്ന കാര്യമല്ല അവിടെ. അല്ല, യേശു ഉദ്ദേശിച്ച കുരിശ് മരക്കുരിശല്ല. അപ്പം നമ്മൾ പറയുന്നത് പോലെ മരണമാണെങ്കിൽ യേശു ആരോടെങ്കിലും പറഞ്ഞോ ഇതിൻ്റെ ഇടയ്ക്ക്, എടാ നീ മരിച്ചിട്ടാണോ എൻ്റെ പുറകെ വരുന്നേ? ചോദിച്ചായിരുന്നോ? അപ്പൊ ആക്ച്വലി യേശു ഉദ്ദേശിച്ച കുരിശിന്റെ അർത്ഥം എന്താ? ഞാൻ പറയാം, നിങ്ങൾ കേൾക്കണം. യേശു അവിടെ ഉദ്ദേശിച്ച കുരിശ്, അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം: ദൗത്യം, മിഷൻ. ആദ്യം നീ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നിന്നെ ഏൽപ്പിച്ച ദൗത്യമെടുത്ത് ചുമലി വെക്കണം, എന്നിട്ട് അവൻ്റെ പുറകെ പോണം. ഈ ഭൂമിയിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നിൽ യേശുവിൻ്റെ കൂടെ നടക്കുക, അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ അവൻ്റെ കളിപ്പാവയായിട്ട് നടക്കുക. 2 ഓപ്ഷനേ ഈ ഭൂമിയിൽ നമുക്കുള്ളൂ. ഇല്ല, ഇത് രണ്ടും പറ്റത്തില്ല, ഞാൻ ന്യൂട്രലിൽ പൊക്കോളാം. ഇല്ല, ഇതിനകത്ത് ന്യൂട്രൽ ഗിയർ ഇല്ല. ഒന്നിൽ യേശു, അല്ലേ പിശാച്. ഒന്നുകൂടെ ചോദിക്കാം, യേശുവിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹമുള്ളവരെങ്കിൽ ആ കൈ എന്ന് കാണട്ടെ. യേശുവിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അത് പ്രാർത്ഥനയല്ല, അത് ധ്യാനമല്ല, അത് ഉപവാസ പ്രാർത്ഥനയല്ല. യേശുവിൻ്റെ കൂടെ നിനക്ക് നടക്കാൻ പറ്റണമെങ്കിൽ യേശു നിന്നെ ഏൽപ്പിച്ചൊരു കുരിശുണ്ട്, അഥവാ ദൗത്യമുണ്ട്. അതെടുത്ത് ചുമലിൽ വെച്ചാൽ നീ അവൻ്റെ കൂടെ നടക്കും. ഞങ്ങൾ ആരാധന മുടക്കാതെ എല്ലാ സൺഡേയും വന്നാൽ യേശുവിന്റെ കൂടെ നടക്കത്തില്ലേ? ഇല്ല. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ കൂടെ നടക്കത്തില്ലേ? ഇല്ല. പുതിയ നിയമ വെളിപ്പാട് പ്രകാരം അവന്റെ സാന്നിധ്യത്തിൽ നിന്നും മാറാതിരിക്കണമെങ്കിൽ നിന്നെ അവൻ ഏൽപ്പിച്ച മിഷനുണ്ട്, നിന്നെ അവൻ ഏൽപ്പിച്ച ദൗത്യമുണ്ട്, നിന്നെ അവൻ ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട്. ഓരോ വ്യക്തികൾക്കും അവനവന്റെ കുരിശുണ്ട്, ഓരോ വ്യക്തികൾക്കും അവനവന്റെ ദൗത്യമുണ്ട്. ആരെടുത്താലേ നിനക്കെല്ലാ സെക്കൻഡിലും അവന്റെ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ.
അതാണ് ഇവിടുത്തെ അർത്ഥം.